അസ്സലാമലൈക്കും. നോമ്പ് കൊണ്ട് ബയോളജിക്കലി എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് നോക്കാം. ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ നോമ്പ് എന്നാൽ ശരിക്കും എന്താണ്? ഒരു നിശ്ചിത സമയത്തേക്ക് ഒന്നും കഴിക്കാതിരിക്കലാണ് നോമ്പ്. ശാസ്ത്രത്തിന് അറിയാവുന്നതിൽ ഏറ്റവും ശക്തമായ ഒരു മെറ്റബോളിക് റീസെറ്റാണ് നോമ്പ്. നമ്മുടെ ശരീരം പ്രവർത്തനക്ഷമമായി നിലനിർത്തുന്നതിന് ആവശ്യമായ ഒരു പ്രക്രിയയാണ് ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റുക എന്നത്. ഈ ഒരു പ്രവർത്തനത്തെ പുനഃസജ്ജീകരിക്കുകയാണ് നോമ്പിലൂടെ ശരീരം ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. രാവിലെ മുതൽ ഒരു നിശ്ചിത സമയത്തേക്ക് ഭക്ഷണം ഒഴിവാക്കുമ്പോൾ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ഊർജം സംരക്ഷിക്കപ്പെടുകയും അതിൻ്റെ ഫലമായി ഇൻസുലിൻ ലെവൽ കുറയുകയും ചെയ്യുന്നു. ശരീരത്തിലെ അനാവശ്യമായ കൊഴുപ്പിനെ കത്തിച്ചു കളഞ്ഞ് ഊർജ്ജമാക്കി മാറ്റുന്നു. ശരീരകോശങ്ങളെ അത് വൃത്തിയാക്കുന്നു. അതായത് കോശങ്ങളെ ക്ലീൻ ആക്കുന്ന ഒരു റീസെറ്റ് ബട്ടൺ പോലെ നോമ്പ് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു. ശരീരത്തിലെ ഈ റീസെറ്റ് ബട്ടണിന് പകരമായി ഒരു സപ്ലിമെൻറ്റും ഇന്ന് ലോകത്തില്ല. ശരീരം എങ്ങനെയാണോ സ്വയം ശുദ്ധിയാകാൻ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതിനുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ സമയം നോമ്പിലൂടെ ശരീരത്തിന് കിട്ടുന്നു. അങ്ങനെ ശരീരം സ്വയം സുഖപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തെ സ്വയം റിപ്പയർ ചെയ്ത് ശരിയാകാൻ പാകത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആധുനിക ലോകം നമ്മളെ കൂടുതൽ തിന്നാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അതിൻ്റെ ഫലമോ ഇൻസുലിൻ അളവ് കൂടുകയും ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും ശരീരം മലിനമാകുകയും ചെയ്യുന്നു. ഒരു പണച്ചിലുമില്ലാത്ത ഒരു പവർഫുൾ തെറാപ്പിയാണ് നോമ്പ്. നമ്മുടെ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ അലയൊലികൾ എത്രത്തോളമാണെന്ന് നോമ്പ് നമ്മെ പഠിപ്പിക്കുന്നു. കാരണം ശാരീരികമായും ആത്മീയമായും ഇത്രയധികം ഗുണങ്ങളുള്ള നോമ്പിനെ നമുക്ക് വേണ്ടി സംവിധാനിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ അളവറ്റ സൗഭാഗ്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്! എത്ര സുജൂദ് ചെയ്താലാണ് മതിയാവുക? സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 187 വരെയുള്ള വരികൾ നോമ്പിനെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് കേട്ടു നോക്കാം. كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي